നാളെ നമ്മുടെ ഋതിക്കുട്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് ചെറിയൊരു സർപ്രൈസ്, സെക്കൻഡ് ബർത്ത്ഡേ, ചെറിയൊരു സർപ്രൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മള് രാത്രി കുറച്ച് അറേഞ്ച്മെന്റ്സ് ചെയ്യുന്ന തിരക്കിലാണ്. ബാബ കുറേ കാലമല്ല കുറച്ച് ദിവസമായിട്ട് പാർക്കിലൊക്കെ പോയിട്ട് മറ്റേ സ്ലൈഡർ കാണുമ്പോൾ ടി വിയിലോ ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേന് അത് വേണം എന്നൊക്കെ പറയും, അതിൽ കളിക്കണം, അത് വാങ്ങാം, അതിൽ പോകണം, പാർക്കിൽ പോകണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം സ്ലൈഡറാണ് ഇപ്പോൾ കുറച്ചായിട്ട്. അപ്പോൾ നമ്മൾ അതാണ് വാങ്ങിച്ച് അവനെ ഞെട്ടിക്കാൻ പോകുന്നത്. നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അൺബോക്സിങ് ചെയ്യണം, അത് കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കണം. അപ്പോൾ രാവിലെ വാവ എണീറ്റ് വരുമ്പോൾ അത് കണ്ട് ഞെട്ടണോള്. അതാണ് ഞങ്ങളുടെ പ്ലാന്. അതെ, അപ്പോൾ നമ്മുടെ ഐറ്റം പുറകിലുണ്ട്. നമ്മൾ ഈ സ്ലൈഡർ മേടിച്ചത് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ നിന്നായിരുന്നു. മിഡ് നൈറ്റ് ഇരുന്ന് നോക്കിയെടുത്തതായിരുന്നു. അപ്പോൾ ഈ ഒരു സൂട്ട് കേസും കൂടി ആഡ് ചെയ്ത സമയത്ത് നമുക്ക് അറൗണ്ട് 3K രണ്ടും കൂടെ കിട്ടിയായിരുന്നു. നല്ല ഓഫറായിരുന്നു. നോർമൽ പ്രൈസ് 3.5, ഇപ്പോൾ എനിക്ക് 2.5 കിട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ പാർട്ടൊക്കെ അതിൻ്റെ വെളിയിലെടുത്ത് വെച്ചു. അത് വളരെ ഈസി ആയിരുന്നു കേട്ടോ. നമുക്ക് അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാർട്സേ ഉള്ളൂ, ജസ്റ്റ് സ്ക്രൂ ചെയ്താൽ മതി. പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂ ഒക്കെയാണ്, ഒരു ഇരുമ്പിൻ്റെ സ്ക്രൂ മാത്രമേ അവർ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. സ്റ്റെപ്സൊക്കെ നല്ല നല്ല വൃത്തിയും ഉണ്ടായിരുന്നു, കാണാനും ഭംഗിയുണ്ടായിരുന്നു, നല്ല സ്ട്രോങ്ങും ആയിരുന്നേ. നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അതിൽ കുറച്ച് നേരം കളിച്ചു, ബോൾ കളിച്ചു, പിന്നെ ഞാൻ സ്ലൈഡ് ചെയ്ത് കളിച്ചു. ഇതിന് താങ്ങാവുന്ന മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് 30 kg ആണ്. പക്ഷേ എന്നെയൊക്കെ താങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റി. അതിന് ഇങ്ങനെ ഇളക്കമൊന്നും തട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഋതിക്കുട്ടി ഉറങ്ങി എണീറ്റിട്ടില്ല. ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ലൈറ്റും ബലൂൺസും അതൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം അതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഋതിക്കുട്ടിനെ എണീപ്പിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. മാമ നല്ല ഉറക്കമായിരുന്നു. ഈ സമയത്തൊക്കെ എണീക്കേണ്ടതാണ്, ഇന്ന് എണീറ്റിട്ടില്ല ആള്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഋതിക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. വെള്ളം വേണോ? ഗിഫ്റ്റ് കണ്ട കുഞ്ഞ്, കുടിക്കട്ടെ. കണ്ട കുഞ്ഞ് എന്തത്, എന്തുണ്ട്, എവിടെ കുഞ്ഞിന്റെ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടായാ? ഇങ്ങോട്ട് വായോ. അത് തലമുട്ടിട്ട് അത് ഇഷ്ടാണോ കുഞ്ഞു? സ്ലൈഡർ വേണ്ടേ? സ്ലൈഡർ വേണ്ട, നോക്കുക, നോക്ക്. ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാന്ന്. എന്ത് പോന്നെ, എണീക്ക് വാ. കുഞ്ഞിനൊരു സാധനം ഗിഫ്റ്റ് ഉണ്ടല്ലോ, എണീക്ക്. ഓടി അവിടെ ഫ്രണ്ടിൽ പോ, അവിടെ സ്റ്റെപ്പ് കയറണം കേട്ടാ. ഋതിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അറേഞ്ച് ചെയ്ത ഐറ്റംസ് ആണ് ഈ ഫോട്ടോയിൽ ഈ ടൈ ചെയ്തിട്ടുള്ള ഈ ഐറ്റംസ്. ഇത് നമ്മൾ എടുത്തു വെച്ചിട്ട് വീണ്ടും ഈ ബർത്ത്ഡേക്ക് നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഋതിക്കുട്ടി കണ്ട സമയത്ത് ഭയങ്കര എക്സ്പ്രഷനായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. അതെ പപ്പ, ഋതിക്കുട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓരോ ഫോട്ടോസായിട്ട് അതിൽ നിന്ന് വലിച്ചെടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഓരോന്നെടുത്തിട്ട് എൻ്റെ കയ്യിൽ തരാൻ തുടങ്ങി. കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഋതിക്കുട്ടിൻ്റെ. അതെല്ലാം നമ്മൾ സ്ലൈഡറിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഋതിക്കുട്ടി സർപ്രൈസ്ഡായി. ആൾക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് എന്ത് പറയണമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഞെട്ടിയതുമില്ല, ഹാപ്പിയാണ് ആക്ച്വലി ആള്. ഈ സ്ലൈഡർ അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഈ സംഭവം അത്യാവശ്യം ഡ്യൂറബിൾ ആണ്. നമുക്ക് വെയിറ്റ് ഉണ്ടാവില്ലയോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ പോയി നോക്കി മേടിക്കാനായിരുന്നു ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഓൺലൈനിൽ പ്രൈസ് ഡിഫറൻസ് കണ്ടിട്ട് നമുക്ക് ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഋതിക്കുട്ടി എവിടെയെങ്കിലും തീ കത്തണത് ലൈറ്റല്ല ഇങ്ങനെ വെളിച്ചം കത്തുന്നതൊക്കെ കണ്ടാൽ അത് ദൈവമാണെന്ന് വെച്ച് തൊഴുതാൻ നിൽക്കും. പലവിടെയും സ്റ്റിക്കേഴ്സൊക്കെ വെളിയിലൊക്കെ പോകുമ്പോൾ സ്റ്റിക്കേഴ്സോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അത് നോക്കി കൈ കൂപ്പി തൊഴുതുകൊണ്ടിരിക്കും.
ഇവിടെ ഇപ്പോൾ ലൈറ്റ് കണ്ടപ്പോൾ ആൾ കൈകൂപ്പി നിൽക്കുകയായിരുന്നു. ആദ്യം കണ്ടപ്പോഴും കയറുമ്പോഴൊക്കെ ആൾക്ക് പേടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൾ ഓടി ഓടി അതിൻ്റെ മേലെ കയറുന്നുണ്ടായിരുന്നു. പിന്നെ കളിക്കാനൊക്കെ തുടങ്ങി. ഋതിക്കുട്ടി കണ്ട സന്തോഷത്തിൽ 2-3 തവണ സ്ലൈഡറിലോട്ട് ഇങ്ങനെ കയറി താഴെ വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി ഋതിക്കുട്ടിക്ക്. ആ ഹാപ്പിനെസ് ഋതിക്കുട്ടിയുടെ ഫേസിൽ കാണാൻ പറ്റും നമുക്ക്. സർപ്രൈസൊക്കെ ഋതിക്കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോവാൻ തൊഴുതണം അതൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ നേരെ കാവിലോട്ട് പോയി ഋതിക്കുട്ടീൻ്റെ പേരിൽ അർച്ചനയ്ക്കൊക്കെ കൊടുക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അമ്പലത്തിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. കാവ് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഒരു 20 മിനിറ്റിന് ട്രാവലൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ അമ്പലത്തിൻ്റെ റിനോവേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അമ്പലത്തിലൊക്കെ ഇരുന്നിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് അതും വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകണം. പിന്നെ ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ മുട്ടായി വിതരണം. കേക്ക് കട്ട് ചെയ്ത് നമ്മൾ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചുറ്റുപാടുള്ള വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് മുട്ടായിയും കേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. സെലിബ്രേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതിക്കുട്ടി ടയേർഡായി അങ്ങനെ ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം.